Welcome to all of you. This is Captain Vinay Varagil, Assistant Professor, Department of English, St. Joseph's College, Devagiri, Kozhikode. Today I'm just sharing some very important tips with you for a successful life, a successful career, and being very creative and productive. നമ്മുടെ ജീവിത വിജയത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ലെക്ചർ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറം പോകുവാനായിട്ട് കഴിയും. വിജയം എന്നും നിങ്ങളുടേതായിരിക്കും. So, in order to be successful in your life, you need to have willpower. And with willpower, you can do anything and you can, of course, be a success. So, today I'm lecturing about improving willpower and becoming a winner. Improve willpower and be a winner. മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ട്. നമ്മൾ മനസ്സിൻ്റെ ശക്തി അപാരമാണ്. നമുക്ക് മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട്, ബുദ്ധി കൊണ്ട് മനസ്സിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് എന്തും സാധിച്ചെടുക്കാനായിട്ട് കഴിയും. വിൽ പവർ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അനിവാര്യമാണ് ജീവിതം വിജയം നേടണമെങ്കിൽ. അപ്പം ഇന്ന് എങ്ങനെ വിൽ പവർ നേടിയെടുക്കാം എന്ന് നമുക്ക് ചിന്തിക്കാം. വിൽ പവർ ഈസ് എസെൻഷ്യൽ ടു ബി എ സക്സസ് ഇൻ ലൈഫ്. ആൻഡ് if there is will, there is way for anything. And willpower is very much like the muscles in your body. Just like the muscles, willpower can be developed. So, we know there are people who have a very good body. They are very fit because they work out daily. They work out systematically and their muscles are very strong. But the muscles of those people who do not work out, who do not do any fitness activity, isn't as strong as those people who work hard. Willpower is also like that. സ്ഥിരമായി നാം നമ്മളുടെ മനോധൈര്യം, മനഃശക്തി കൂട്ടുവാനായി പരിശ്രമിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ മനഃശക്തി കൂട്ടുവാനായിട്ട് കഴിയും. നമ്മുടെ മസിലിൻ്റെ, നമ്മുടെ ശരീരത്തിൻ്റെ എനർജി, ശരീരത്തിൻ്റെ ശക്തി, സ്റ്റാമിന, മസിൽ പവർ നമ്മൾ വർക്കൗട്ടിലൂടെ കൂടുന്നു. അതേപോലെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ശക്തി നമുക്ക് കൂട്ടുവാനായിട്ട് കഴിയും. We human beings have the capacity to develop willpower, and that is the nature of our brain. Our brain is very powerful. There's so much of potential, and if we develop the potential of our brain, of course, we can do anything and everything. So, what we have to do is we have to work for that. We have to make our mind do things. And say for example, maybe if I ask any of you who is not into fitness activity to take 10 push-ups right now, maybe you may not do that. You may do 2, sometimes 3, sometimes 4, okay, maybe 5. But you try to do push-ups on a daily basis and you increase the number of push-ups. If you can take 10 this week, maybe the week after you'll be taking 15. Month after you'll be taking 30. Maybe after 6 months you will be able to take 50 or 60 push-ups at a stretch. So that is, you have the stamina, you have the energy to do that. Similarly, you can improve your mind power, you can improve your willpower. And what is the exercise for improving your willpower? ഇപ്പോൾ നിങ്ങളോട് ഞാൻ ഒരു 10 എക്സസൈസ് 10 പുഷപ്പ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കാം നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ. പക്ഷേ ഒരാഴ്ച നിങ്ങൾ 5 എണ്ണം എടുക്കുന്നു,
ഓരോ ദിവസവും നമ്മൾ നമ്പർ കൂട്ടി കൂട്ടി 2 ആഴ്ച കൊണ്ട് 10, ഒരു മാസം കൊണ്ട് 25, 6 മാസത്തിനുള്ളിൽ 50 60 പുഷപ്പ് എടുക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും. അസാധ്യമല്ല, സാധിക്കും, നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. ഇതേപോലെ തന്നെ നിങ്ങളുടെ വിൽ പവർ കൂട്ടുവാനായിട്ട്, മനഃശക്തി കൂട്ടുവാനായിട്ട് നിങ്ങൾ ഒരു എക്സസൈസ് ചെയ്യണം. ആ എക്സസൈസ് അതാണ് ധ്യാനം. ഏകാഗ്രമായി ഇരുന്നു കൊണ്ട് മനസ്സിനെ ശാന്തമാക്കി, മനസ്സിനെ നിയന്ത്രിച്ച്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയെക്കുറിച്ചോ ദൈവത്തെക്കുറിച്ചാകാം, ഒരു പ്രപഞ്ചത്തെക്കുറിച്ചാകാം, പ്രപഞ്ചത്തിലെ മനോഹാരിതകളെക്കുറിച്ച്, തടാകങ്ങളെക്കുറിച്ച്, അരുവികളെക്കുറിച്ച്, ജീവജാലങ്ങളെക്കുറിച്ച്, പക്ഷികളെക്കുറിച്ച്, പൂക്കളെക്കുറിച്ച്, എന്തിനെക്കുറിച്ചും, വിശുദ്ധ ഗ്രന്ഥങ്ങളെക്കുറിച്ച്, ഖുറാനെക്കുറിച്ചോ ബൈബിളിനെക്കുറിച്ചോ വേദ പുരാണങ്ങളെക്കുറിച്ചോ എന്തിനെക്കുറിച്ചോ നിങ്ങൾക്ക് ചിന്തിക്കാം. വളരെ സ്വസ്ഥമായി സമാധാനമായി ഇരുന്ന് മനസ്സിനെ ഏകാഗ്രമാക്കി ചിന്തിക്കാനായിട്ട് നോക്കുക. So by practicing meditation, you can increase your willpower. Sit calm and quiet for some time in the morning, every day. Maybe you sit calm and quiet for 1 hour. Just increase the time. Make it 2 hours. Make it 3 hours. And if you can meditate for 3 hours, of course it's not easy. Initially you will have difficulty. After 10 minutes you will have some kind of restlessness. 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും, 15 മിനിറ്റ് കഴിയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. നമ്മുടെ ശരീരം അതിനെ നമ്മളെ അനുവദിക്കില്ല, മനസ്സും. പക്ഷേ നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ കൂടുതൽ ബോധ്യത്തോടുകൂടി എൻ്റെ ജീവിത വിജയത്തിനു വേണ്ടി ഏറ്റവും കാര്യക്ഷമമായി ക്രിയാത്മകമായി എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായി ഞാൻ 1 മണിക്കൂർ 2 മണിക്കൂർ ധ്യാനിക്കും. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന ആ വിഷയത്തെ വളരെ ഗഹനമായി ചിന്തിച്ച് ആലോചിച്ച് നമ്മൾ സ്വസ്ഥമായി നമ്മുടെ മനസ്സിൻ്റെ ശക്തി ഓരോ ദിവസവും നിങ്ങൾ ഇതുപോലെ 1 മണിക്കൂറോ 2 മണിക്കൂറോ ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ മനഃശക്തി വളരെയധികം വർദ്ധിക്കും. So practice meditation. Practice whatever you want to do. You just want to write something. It's not easy. Sit there, take your pen, take paper, go on writing. ഇരുന്ന് ഒരു കാര്യം എഴുതാൻ നോക്കുക, ഒരു കാര്യം ചെയ്യാൻ നോക്കുക, പാട്ട് പഠിക്കുക, പാടാൻ നോക്കുക. എളുപ്പമല്ല, പക്ഷേ മനസ്സിനെ നിയന്ത്രിച്ച് ശരീരത്തിനെ നിയന്ത്രിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, ശ്രമിച്ചു കഴിഞ്ഞാൽ ദിനം പ്രതി നിങ്ങളുടെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരും. So you can improve your willpower through practice, through meditation, and just you will be able to control your mind. And when you control your mind, you will understand that your mind has lot of energy, lot of potential, and you can learn anything, you can do anything, you can practice anything, and you will be willing for that. നിങ്ങൾ സ്വസ്ഥമായി ധ്യാനിച്ച് നിങ്ങളുടെ മനഃശക്തി അറിഞ്ഞു കഴിയുമ്പോൾ, നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തിനെയും ബുദ്ധിയെയും നിയന്ത്രിക്കുവാൻ ധ്യാനത്തിലൂടെ നിങ്ങൾ കഴിഞ്ഞു കഴിയുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏത് ലക്ഷ്യത്തിലും എത്തിച്ചേരുവാനായിട്ട് കഴിയും. ഏത് മേഖലയിലും വളരെ കാര്യക്ഷമമായി പ്രശോഭിക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് നിങ്ങൾ എന്താണ് നിങ്ങളുടെ വിൽ പവർ കൂട്ടുവാനായി, മനഃശക്തി കൂട്ടുവാനായി ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ധ്യാനിക്കുക. എല്ലാ ദിവസവും 1 മണിക്കൂർ നിങ്ങൾക്ക് ധ്യാനിക്കുവാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുവാനായി, ബുദ്ധിയെ നിയന്ത്രിക്കുവാനായി ക്ഷമയോടുകൂടി ഒരു ചിന്തയിൽ, ഒരു കാര്യത്തിൽ മനസ്സിനെ കേന്ദ്രീകരിക്കുവാനായി കഴിഞ്ഞാൽ നിങ്ങളുടെ മനഃശക്തി കൂടും. നിങ്ങളുടെ മനഃശക്തി കൂടുന്നത് വഴിയായി നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമാകും. So please try to do some meditation. Slowly you will be able to meditate for hours. And if you can do this, of course, your willpower will also go up tremendously, and you will believe that there isn't anything impossible for you. You will believe that I can do anything. I can be a champion.
I can be the topper. I can succeed in my life. I can be very creative and productive. So, ധ്യാനം ശീലമാക്കുക. നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തി കൂട്ടുക. ഏത് ലക്ഷ്യത്തിലേക്കും നിങ്ങൾ കുതിച്ചോടും. നിങ്ങൾ ജീവിത വിജയം നേടും. I wish you all the best. May God bless you. Thank you very much for listening.